രണ്ടാം ഘട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനം. ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന പ്രചാരണം ഇന്ന് കൊട്ടിക്കലാശത്തോടെ അവസാനിക്കും. നാളെ നിശബ്ദ പ്രചാരണമാണ്. 26-നാണ് കേരളം ജനവിധി എഴുതുന്നത്. ജനാധിപത്യത്തിന്റെ മഹോത്സവമായ തെരഞ്ഞെടുപ്പിലെ പരസ്യപ്രചാരണത്തിന് സമാപനം കുറിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഒരു മാസം നീണ്ടുനിന്ന കലാശ പോരാട്ടത്തിനാണ് കൊടിയിറങ്ങുന്നത്. അവസാന മണിക്കൂറുകളിൽ ദേശീയ നേതാക്കളെ അടക്കമെത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കാനും മുന്നണികൾ നീക്കം നടത്തുന്നുണ്ട്. NDA സ്ഥാനാർത്ഥികളുടെ വരവിനുശേഷം ഉണ്ടായ ത്രികോണ മത്സരങ്ങളിൽ ഇടതു വലതു മുന്നണികൾക്കുണ്ടായ അങ്കലാപ്പും ആശങ്കയും ആവലാതിയും പരസ്യപ്രചാരണത്തിന്റെ സമാപന വേളയിലുമുണ്ട്. പ്രചാരണം കൊഴുപ്പിക്കാൻ ദേശീയ നേതാക്കൾ എത്തിക്കാൻ കഴിയാത്തതാണ് അവരെ ആശങ്കയിലാക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് രാഹുൽ അറിയിച്ചത് കോൺഗ്രസ് ക്യാമ്പുകളെ നിരാശരാക്കുന്നുണ്ട്. ഇടത് ക്യാമ്പിൽ മുഖ്യമന്ത്രി മാത്രമാണ് താരപ്രചാരകൻ. NDA ക്യാമ്പിന് ആവേശം പകർന്ന് ഓരോ ദിവസം ഓരോ ദേശീയ നേതാക്കൾ കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി പ്രവർത്തകർക്ക് ആവേശം പകരുന്നുണ്ട്. പരസ്യപ്രചാരണത്തിനു ശേഷമുള്ള നിശബ്ദ പ്രചാരണത്തിലും അതീവ ജാഗ്രതയോടെ കരുക്കൾ നീക്കാനും മുന്നണികൾ ശ്രദ്ധിക്കുന്നുണ്ട്. 26-നാണ് 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതുന്നത്. അഖിൽ പാലോട്ടുമഠം, ജനം.